ശ്രീ സി കെ ഹരീന്ദ്രൻ. സാർ, അങ്ങയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ സാംസ്കാരിക സമുച്ചയങ്ങളുടെ നിർമ്മാണം അതിവേഗം പുരോഗതി പ്രാപിക്കുകയാണ്. അതോടൊപ്പം ജില്ലകളിലെ സാംസ്കാരിക സമുച്ചയങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിക്കാമോ, വിശദമാക്കാമോ? അതോടൊപ്പം നവോത്ഥാന കേന്ദ്രമായ അരുവിപ്പുറം സാംസ്കാരിക നിലയത്തിന് 2 കോടി രൂപയുടെ പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഫസ്റ്റ് ഫേസ് 50 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. സെക്കൻഡ് ഫേസിൻ്റെ നിർമ്മാണം എപ്പോൾ ആരംഭിക്കാനാവും? സർ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നവോത്ഥാന നായകന്മാരുടെ പേരിൽ എല്ലാ ജില്ലകളിലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സാംസ്കാരിക സമുച്ചയങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള നിലയമാണ് കൊല്ലത്ത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. സാർ, അത് നല്ല തരത്തിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഏതാണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീയതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്യും. കൊല്ലത്തെ ഞാനിവിടെ പറഞ്ഞു. അതുപോലെ തന്നെ പാലക്കാടും ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഈ സാംസ്കാരിക സമുച്ചയങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞത് വകുപ്പിൻ്റെ ജില്ലാതല പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതായ ഡിസ്ട്രിക്ട് കൾച്ചറൽ പ്രൊമോഷൻ കൗൺസിൽ എന്നൊരു പുതിയ ഒരു ബോഡി ഞങ്ങളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ജില്ലാ കളക്ടർ, സ്ഥലം MP, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ, സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾ എന്നിവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ജില്ലാതലത്തിൽ നമ്മളിപ്പോൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തി അധ്യക്ഷനും സാംസ്കാരിക രംഗത്തെ വിവിധ മേഖല വ്യക്തിമുദ്ര പതിപ്പിച്ചവർ അംഗങ്ങളായ ക്രിയേറ്റർ കമ്മിറ്റിയും ഇപ്പോൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനും സ്ഥല MLA അംഗവും ചലച്ചിത്ര അക്കാദമി കൺവീനറുമായ ഒരു താൽക്കാലിക സമിതി ആണ് കൊല്ലത്ത് ഇപ്പോൾ ആ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതൊരു ചോദ്യം ചോദിച്ച അരുവിപ്പുറത്ത് നമ്മൾ 2 കോടിയുടെ പദ്ധതി നമ്മൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കൊടുത്തു. 50 ലക്ഷം രൂപ കൊടുത്ത് നിർമ്മാണം നടന്നു വരികയാണ്. ബാക്കി 50 ലക്ഷം രൂപ നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്നും കൊടുത്തുകൊണ്ട് ആ പദ്ധതി അടുത്ത വർഷം പൂർത്തീകരിക്കുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനും തുല്യതയ്ക്കുമായി എന്തെല്ലാം പരിപാടികളാണ് സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കി വരുന്നത്? അത് ഓൾറെഡി ആൻസേർഡാ. വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം സാംസ്കാരിക വകുപ്പ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആവിഷ്കരിച്ചു. അതാണ് സമം. സ്ത്രീ സമത്വത്തിനായി സാംസ്കാരിക മുന്നേറ്റം ആണ്. ഈ വർഷം ജനുവരി 19-20 തീയതി കൊല്ലത്ത് നമ്മുടെ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 40 ചെറുകഥാകൃത്തുക്കൾക്ക് ത്രിദിന ശില്പശാല സമം ചെറുകഥാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂടാതെ സർക്കാരിതര യുവജന സംഘടനകളെയും സർവകലാശാലകളെയും പങ്കാളിയാക്കിക്കൊണ്ട് സ്ത്രീധന നിരോധന ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാൻ ഉള്ള നടപടികളായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനാടിസ്ഥാനത്തിൽ ഷോർട്ട് ഫിലിം മത്സരവും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും നടത്താൻ ഉദ്ദേശിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സമം സാംസ്കാരിക മുന്നേറ്റം വിവിധ പരിപാടികൾ നടന്നു വരുന്നു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ 10,000 വനിതകളെ ഉൾപ്പെടുത്തി ഒരു സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കാനുള്ള നടപടികളായി. കേരളത്തിലെ മിക്കവാറും ജില്ലാ പഞ്ചായത്തുകൾ ഈ പ്രോഗ്രാം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല തരത്തിൽ വിജയകരമായി അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്.